വികസന ഫണ്ട് വെട്ടിക്കുറച്ചതിൽ സർക്കാരിനെതിരെ പ്രതിഷേധം. LDF ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ചെറുപുഴ മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പേർ പങ്കെടുത്തു. പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മാർച്ച് കേരള കോൺഗ്രസ് ജില്ലാ നേതാവ് KT സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും പൈസ മാറ്റിവെച്ച ആ പൈസ പുതിയ ഗവൺമെന്റ് വന്ന് 3 മാസം കഴിയുന്ന മുമ്പ് അതിന്റെ 1% ഫണ്ട് വെട്ടിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. 7 മാസത്തോളമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നതിനു ശേഷം അവരുടെ ആ പദ്ധതി പൂർത്തീകരിച്ചതിന്റെ മുഴുവൻ പൈസ കൊടുക്കുവാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ്, ആരോഗ്യരംഗത്ത് മാതൃകയായി പ്രവർത്തിച്ച ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്കറിയാം, ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി വന്ന ആളുകൾക്ക് അത്രയറിയാൻ ജനങ്ങൾക്കറിയാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, പകർച്ചവ്യാധികൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ, വലിയ ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയ ആളുകൾ, അത് നേതൃത്വം കൊടുത്ത ആളുകളാണ്. പുറപ്പെടുമ്പോൾ ആരോഗ്യമന്ത്രി അടക്കം ഒന്നും അറിയാത്തവരെ പോലെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന മുൻ ഗവൺമെന്റിന്റെ പിടിപ്പുകാരാണ് എന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ വലിയ തോതിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നതെന്നും ഇത് സാധാരണ ജനങ്ങൾക്കായി നടപ്പിലാക്കേണ്ട പല ക്ഷേമ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നും സ്വാഗതം പറഞ്ഞ KM ഷാജി പറഞ്ഞു. പെരുമാറ്റച്ചട്ടം പൂർണ്ണമാകുന്നതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കല്ല ആർക്കും ഫണ്ട് വീതം കൊടുക്കാൻ വേണ്ടി പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരം ഒഴിയുമ്പോൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കിയിട്ടുള്ള കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 6249 കോടി രൂപ ട്രഷറിയിൽ മിച്ചം വെച്ചിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരം ഒഴിഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് കൊടുക്കാൻ സന്നദ്ധമാവണം, അവരുടെ പ്രവർത്തനങ്ങൾ നടക്കണം. ഇവിടെ പഞ്ചായത്ത് അധികാരികൾ പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഫണ്ടിന്റെ ഒന്നും കുറവില്ല, വളരെ സമ്പുഷ്ടമാണ് പരിപാടി എന്നാണ് പറഞ്ഞത്. വളരെ സമ്പുഷ്ടമാണ്, ഫണ്ടിന്റെ ഒന്നും കുറവില്ലെങ്കിൽ കൊടുക്കാനുള്ള ആളുകൾക്ക് പണം കൊടുക്കണം. പദ്ധതി വീതം നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ പദ്ധതി വീതം നിങ്ങൾക്ക് കിട്ടിയോ? സ്ഥാപനങ്ങളിലെ UDF ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെതിരായിക്കൊണ്ട് സമരരംഗത്തേക്ക് വരേണ്ടുന്ന കാലം ഈ കാലഘട്ടത്തിലുണ്ടാവും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ എന്നും ദുർബലപ്പെടുത്താൻ ആവശ്യമായ നിലപാടാണ് കേരളത്തിൽ UDF, കോൺഗ്രസ് എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം നിർവഹിക്കുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവരൊക്കെ ഇടയ്ക്ക് തൊഴിലുറപ്പിന്റെ സ്ഥലത്ത് പോയിട്ട് കൈനൊഴിയിട്ട് അഭിനന്ദനം. ചില ആളുകൾക്ക് പുതിയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ഒരു മാർഗനിർദ്ദേശം വന്നിട്ടില്ല. ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ LDF അംഗങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് ബോർഡിൽ അവതരിപ്പിച്ച പ്രമേയം ചർച്ച ചെയ്യാത്തതിലും ശക്തമായ പ്രതിഷേധം അറിയിച്ചു. കേരള കോൺഗ്രസ് നേതാവ് ഡെന്നി കാവാലം അധ്യക്ഷനായി. നമ്മുടെ പഞ്ചായത്തിലേക്ക് നമ്മുടെ അവകാശമായി നമുക്ക് ലഭിക്കേണ്ട ആ വിഹിതം സംസ്ഥാന ഗവൺമെന്റ് വെട്ടിക്കുറച്ചപ്പോൾ നമ്മുടെ പഞ്ചായത്തിന് അനുവദിച്ച ഫണ്ട് പുനഃസ്ഥാപിക്കാൻ ഒരു പ്രമേയം വെച്ചപ്പോൾ ആ പ്രമേയത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞ് അനുകൂലിക്കാതിരുന്ന 14 മെമ്പർമാരോട് ഒരു ചോദ്യം. സംസ്ഥാന ബജറ്റിൽ നമുക്ക് കുറവ് വന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ഭരണാധികാരികൾ വ്യക്തമാക്കിയ ഭരണാധികാരികളോട് ഒരു ചോദ്യം. ഈ പറയുന്നത് LDFന് വേണ്ടി തന്നെ ക്യാപ്സ്യൂൾ അനുസരിച്ച് പറയുന്ന കണക്കുകളല്ല. ഇവിടെ CPMന്റെയോ കേരള കോൺഗ്രസിന്റെയോ CPIയുടെയോ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു കണക്കല്ല ഇവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2026 ജനുവരി മാസത്തിൽ കഴിഞ്ഞ LDF ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തദ്ദേശ സ്ഥാപനത്തിന് നീക്കിവെച്ച തുക എന്ന് പറയുന്നത് 10,189 കോടി രൂപ. ഈ 10,189 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിർഭാഗ്യവശാൽ UDF അധികാരത്തിലേക്ക് വന്നു. LDFന് അധികാരം കിട്ടി. റിവേഴ്സ് ബഡ്ജറ്റ് VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വെച്ച ഫണ്ട് 8,653 കോടി. നോക്കൂ, കേരളത്തിൽ
പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ കേരളത്തിലെ ഖജനാവിനെ സംബന്ധിച്ച് പറഞ്ഞത് LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ പൂച്ച പെറ്റി കിടക്കുന്ന ഖജനാവായിരുന്നു കേരളത്തിലേതെന്നാണ്. വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഫണ്ട് അനുവദിക്കാതെ ഇരുന്ന ഒരു സർക്കാരാണ് LDFിന്റേതെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വി.ഡി. സതീശൻ അധികാരത്തിലേറിയതിനു ശേഷം ആ ഖജനാവിലുണ്ടായിരുന്ന പൂച്ചകളെ എല്ലാം തുറന്നു വിട്ടതിന്റെ ഭാഗമായി ഇന്ന് എലിയും കൂറകളും വന്ന് ആ ഖജനാവിലുള്ള നോട്ടുകളൊക്കെ കാർന്നു നിന്ന് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണോ ഇത്ര ധൃതി പിടിച്ച് ഖജനാവിന് അനുവദിക്കേണ്ട പണം അനുവദിക്കാൻ വേണ്ടി കഴിയാത്തത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. CPI നേതാവ് KR ചന്ദ്രകാന്ത്, CPI നേതാവ് KP ഗോപാലൻ എന്നിവർ സംസാരിച്ചു. LDFിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.